ഏത് രൂപത്തിലാണ് നമ്മൾ സ്കൂളുകളെല്ലാം കണ്ടെത്തുക, സ്കൂളുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക, സ്കൂൾ ലിസ്റ്റിൽ നിന്ന് നമുക്ക് പിന്നെ ഭാഷയും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റും എങ്ങനെയാണ് ആ കോഡ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് കുട്ടികൾ ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം പല ജില്ലകളിലേക്കുള്ള അപേക്ഷകൾ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒന്ന് രണ്ട് വീഡിയോകളിലുമായി നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആദ്യമായി നമ്മൾ സ്കൂളുകളിലേക്കുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ ഓരോ ജില്ലകളിലേക്കും ഓരോ അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. അഥവാ ഉദാഹരണം മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മലപ്പുറം ജില്ലയിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്രത്യേകമായി ബോർഡറിൽ താമസിക്കുന്ന അതുപോലെ തന്നെ ജില്ലാ അതിർത്തിയിൽ താമസിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 2 അപേക്ഷകൾ സമർപ്പിക്കണം. അഥവാ കോഴിക്കോട് ജില്ലയിലേക്ക് മറ്റൊരു അപേക്ഷയും മലപ്പുറം ജില്ലയിലേക്ക് മറ്റൊരു അപേക്ഷയും, ഓരോ ജില്ലയിലേക്കും ഓരോ അപേക്ഷകൾ സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഏത് ജില്ലയിലാണോ കിട്ടുന്നത് അവിടെ താല്പര്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് രണ്ടായി തന്നെ അപേക്ഷ സമർപ്പിക്കുകയും വേണം. ഇനി നമ്മുടെ സ്കൂളുകളുടെ ലിസ്റ്റുകൾ, ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഇതോടൊപ്പമുള്ള ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ അക്ഷയ സെന്റർ, ജനസേവാ കേന്ദ്രം, CSC സെന്റർ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ കളക്ഷൻ ഷീറ്റിലും സ്കൂളുകളുടെ പേരുകൾ ഉണ്ടായിരിക്കും. ആ ഡാറ്റ കളക്ഷൻ ഷീറ്റുകൾ പല കുട്ടികൾക്കും അതിൽ ഒരു സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ഡാറ്റ കളക്ഷൻ ഫോം കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ആ ഫോം ഇതിന്റെ ഒരു പ്രക്രിയയുടെ ആദ്യ നടപടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അതൊന്നുമല്ല, ആ ഡാറ്റ കളക്ഷൻ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും നമുക്ക് ഇതിനൊരു ഗൈഡൻസ് എന്നുള്ളത് മാത്രമാണ്. ആ ഫോം വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഇതിന് അപേക്ഷ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എവിടെ നിന്നും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം ഒരു കുട്ടി ഈ ഫോം വാങ്ങിയില്ല എന്ന് കരുതി കുട്ടിക്ക് +1 അപേക്ഷ നിരസിക്കപ്പെടുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ ഒരു പേപ്പറിൽ നാം മനസ്സിലാക്കി എഴുതി വെച്ചാലും ആ കുട്ടിക്ക് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി നമ്മുടെ സ്കൂളുകളുടെ ലിസ്റ്റുകൾ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും സ്കൂളുകളുടെ ലിസ്റ്റുകൾ ഇതോടൊപ്പമുള്ള ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. കൊണ്ടോട്ടി, പുളിക്കൽ പോലെയുള്ള പ്രദേശങ്ങൾ, ജില്ലാ അതിർത്തിക്ക് അടുത്തുള്ള പ്രദേശത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിലേക്കും കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിലേക്കും നിങ്ങൾ പ്രത്യേകമായി രണ്ടായി അപേക്ഷകൾ നൽകേണ്ടതാണ്. ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും പ്രധാനപ്പെട്ട സ്കൂളുകൾ കിട്ടും. കൊണ്ടോട്ടി, പുളിക്കൽ പോലെയുള്ള പ്രദേശങ്ങളുടെ അടുത്തുള്ള സ്കൂളുകൾ അതിൽ പ്രത്യേകമായി മാർക്ക് ചെയ്തതും നിങ്ങൾക്ക് കാണാം. ആ സ്കൂളിന്റെ കോഡും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ പേരുമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഏത് സ്കൂളാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിന്റെ പേരായിരിക്കണം ആദ്യമായി നിങ്ങൾ നൽകേണ്ടത്. പിന്നീട് അടുത്ത സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിന് ആ നിലക്കായിരിക്കണം നിങ്ങളുടെ അപേക്ഷകൾ പൂർത്തീകരിക്കേണ്ടത്.